Welcome to Complementary Electronics for BSc Physics Main Semester 1 Electronics Complementary, and today we take the topic Laws of Parallel Circuits. Laws of Parallel Circuits. Complementary Electronics Semester 1 for BSc Physics Main students. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് സെമിസ്റ്റർ 1 ഒരു പാർട്ടാണ്, ചാപ്റ്റർ 2 ഒരു പാർട്ടാണ്. ലോസ് ഓഫ് പാരലൽ സർക്യൂട്ട്സ്. പാരലൽ സർക്യൂട്ടിൻ്റെ നിയമങ്ങൾ കുറച്ച് +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പാരലൽ സർക്യൂട്ട് പറയുന്നത്. ലോസ് ഓഫ് പാരലൽ സർക്യൂട്ട്. ലോസ് ഓഫ് പാരലൽ സർക്യൂട്ട്. അപ്പോൾ ചിത്രത്തിൽ ഒരു 3 റെസിസ്റ്റർ പാരലൽ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ +2 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന ഇക്വേഷൻ ആറാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അത് 1/R = 1/R1 + 1/R2 + 1/R3 എന്നുള്ള മോഡലാണ് പഠിക്കുന്നത്. അപ്പോൾ ആ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലൽ കൊടുത്തിരിക്കുന്ന പടമാണ് വരച്ചിരിക്കുന്നത്. ഇൻ ദ ഫിഗർ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. Resistors are connected in parallel. The effective resistance R is going to be the relation 1/R is 1/R1 + 1/R2 + 1/R3. This formula is called reciprocal resistance formula. Reciprocal resistance formula എന്നാണ് ഈ ഫോർമുലയെ വിളിക്കുന്ന പേര്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന രീതിയാണ്. അപ്പോൾ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. A and B are 2 points. R1, R2 and R3 are 3 parallel resistors. The PD of all resistors is the same. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോഴേ എല്ലാത്തിനും ഒരേ PD ആയിരിക്കും. കറണ്ട് I is coming at A are dividing into 3. I1 passes through R1, I2 through R2 and I3 through R3. 3 കറണ്ട്, മെയിൻ കറണ്ട് I വന്നിട്ട് 3ആയിട്ട് ഭാഗിച്ചു പോവും. R1 I1, R2 I2, R3 I3. അതുകൊണ്ട് എഴുതാം I is equal to I1 + I2 + I3. അപ്പോൾ ഇതാണ് പാരലൽ റെസിസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഇക്വേഷൻ. I is equal to I1 + I2 + I3. അതിൽ നിന്നാണ് അവസാനം 1/R is equal to 1/R1 + 1/R2 + 1/R3 എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ I is equal to R1 + R2 + R3 എന്നുള്ള ഇക്വേഷൻ, I is equal to I1 + I2 + I3 എന്നുള്ള ഇക്വേഷൻ എസെൻഷ്യലായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ബട്ട് V is equal to I1 R1 അല്ലെങ്കിൽ R1 I1 നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. I1 is therefore V/R1, I2 is V/R2 and I3 is V/R3 and I is V/R, where R is the effective resistance. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് I is V/R, where V is the total potential applied and R is the effective resistance. We are going to find the effective resistance. Putting in 1, we get V/R is V/R1 + V/R2 + V/R3. Cancel throughout by V. That is 1/R is 1/R1 + 1/R is 1/R1 + 1/R2 + 1/R3. That's the formula. And there is a note: if there are n resistors, or n resistors, n number, n resistors ഉണ്ടെന്ന് വിചാരിക്കുക. If there are n resistors each equal to small r in parallel, then 1/R is 1/r + 1/r + etc. n terms. That is 1/R is small n/r, that is R is small r/n. അപ്പോൾ സ്മോൾ r ഓമുള്ള n റെസിസ്റ്റേഴ്സ് പാരലാണെങ്കിൽ അവയുടെ ഇഫക്റ്റീവ് വാല്യൂ കാണുന്ന ഇക്വേഷനാണ് R is equal to small r/n. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറൈവ് ദി റെസിപ്രോക്കൽ റെസിസ്റ്റൻസ് ഫോർമുല. ആ ഫോർമുല ഒന്ന് ഡിറൈവ് ചെയ്യുക. ഇനി 2 റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. 2 റെസിസ്റ്റർ പാരലാണെങ്കിൽ എന്താണ് ഇക്വേഷൻ നോക്കാം. ഇവിടെ ചിത്രത്തിൽ R1 R2 2 റെസിസ്റ്റേഴ്സ് പാരലാണ്. അപ്പോൾ 1/R is 1/R1 + 1/R2 എന്ന് കൊടുക്കാം. R is അത് കൂട്ടിയിട്ട് R കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് R is R1 R2 / R1 + R2 എന്ന് കിട്ടും. When 2 resistors are connected in parallel, the effective resistance R is given by the above relation. അപ്പോൾ 2 റെസിസ്റ്റൻസ് R1 R2 പാരലാണെങ്കിൽ അവിടെ എഫക്റ്റീവ് വാല്യൂ കാണുന്നതാണ് R1 R2 / R1 + R2 എന്ന റിലേഷൻ. കാരണം 1/R is 1/R1 + 1/R2 ആണല്ലോ. അപ്പോൾ കൂട്ടി പറയുമ്പോൾ R is R1 R2 / R1 + R2. അപ്പോൾ അതിലെ നമ്മൾ R1 പാരലൽ R2 എന്ന് എഴുതാം ഈ കാണുന്ന പോലെ. ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ്
of two resistors in parallel can be written as R is equal to R1 parallel R2. R1 parallel R2 നമുക്ക് എഴുതാവുന്നതാണ്. ഇനി അടുത്താണ് പറയുന്നത് പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല എന്ന് പറയും. ഈ പാരലൽ സർക്യൂട്ടിലെ പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല എന്ന് പറയുന്നത് നോക്കുക. ഇൻ ദ ഫിഗർ R1 and R2 are in parallel and connected to the battery of EMF E. അപ്പോൾ ചിത്രത്തിൽ രണ്ട് റെസിസ്റ്റൻസ് R1 R2 അവ പാരലൽ പിടിപ്പിച്ചിട്ട് ഒരു ബാറ്ററി വോൾട്ടേജ് ഒരു ബാറ്ററിയിൽ കണക്ട് ചെയ്യുകയാണ്. ബാറ്ററിയിൽ കണക്ട് ചെയ്യും. രണ്ടും പാരലാകുമ്പോൾ അവയുടെ PD തുല്യമായിരിക്കും പാരലൽ കണക്ഷനിൽ. I1 R1 ഈക്വൽ ടു I2 R2 എന്ന് എഴുതാം നമുക്ക്. ബട്ട് ടോട്ടൽ കറണ്ട് I is equal to I1 plus I2. അതായത് ഓരോ റെസിസ്റ്ററിലും I1ഉം I2ഉം കറണ്ട് പോകുന്നത് കൊണ്ട് നമുക്ക് എഴുതാം I is I1 plus I2. ഓർ I2 is I minus I1. ടോട്ടൽ കറണ്ടിൽ നിന്ന് I1 കുറച്ചാൽ നമുക്ക് I2 കിട്ടും. ആൻഡ് വി നോ I1 R1 is I2 R2. പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ നമ്മൾ മുകളിൽ ജസ്റ്റ് ഇപ്പോൾ എഴുതിയാണല്ലോ. ദാറ്റ് ഈസ് I1 R1 is equal I minus I1. I2ൻ്റെ വാല്യൂ ആണ് കേട്ടോ. I minus I1 into R2 ബ്രാക്കറ്റ് മാറ്റുക. I1 R1 is equal to I into R2 minus I1 into R2 which gives IR2 is equal to I1 into R1 plus R2. I1 is IR2 by R1 plus R2. Similarly, I2 is IR1 by R1 plus R2. അതായത് ഈ ടു റെസിസ്റ്റേഴ്സ് പാരലൽ ആണെങ്കിൽ അവിടുത്തെ പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല നോക്കിയേ. I1 ആണെങ്കിൽ അത് R2ന് പ്രൊപ്പോർഷണലാണ്. കാരണം I by R1 plus R2 കോൺസ്റ്റൻ്റ് എടുത്താൽ I1 എന്ന് പറഞ്ഞാൽ R2 പ്രൊപ്പോർഷണലാണ്, I2 എന്ന് പറഞ്ഞാൽ R1ന് പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് I1 പ്രൊപ്പോർഷണൽ R2 ആൻഡ് I2 പ്രൊപ്പോർഷണൽ R1. സിൻസ് I by R1 plus R2 is a constant. Equation 2 and 3 are called പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല. ഇവിടെ ഇക്വേഷൻ 2നെയും 3യെയും വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല. അടുത്ത വാട്ട് ഈസ് ദി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല ഫോർ ടു റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ? ടു റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. അടുത്തതൊരു ക്വസ്റ്റ്യൻ നോക്കുക. അതിൻ്റെ സർക്യൂട്ട് ഷോൺ ബിലോ ഫൈൻഡ് I1 ആൻഡ് I2. ഹിയർ വി അപ്ലൈ ദ പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല. അത്രയേ ഉള്ളൂ. I1 is IR2 by R1 plus R2. R2 ആൻഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 R2 by R1 plus R2. നമുക്ക് അറിയാവുന്ന കാര്യം. അത് 6 3 ആണ് ഇവിടെ റെസിസ്റ്റൻസ് തന്നിരിക്കുന്നത്. 6 3 9 വോൾട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കറണ്ട് കണ്ടുപിടിക്കാവുന്നതാണ്. I is V by R, 9 by 2, 4.5 ampere. I1 is IR1 plus R1 plus R2, that is 4.5 into 3 by 9, 1.5 ampere. 1.5 ampere. $1.5 ആംപിയർ എന്ന് വരും. One minute. അപ്പോൾ നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ I1 is 4.5
I is 4.5, I1 is IR1 by R1 plus R2, that is 1.5 ampere. 1.5 ampere എന്ന് കിട്ടും. And I2 is I minus I1 or IR1 by R1 plus R2, that is I2, which is 3 ampere. Next question, find the current I1, I2 in the circuit given below. Use proportional current formula. പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല വെച്ച് ഇവിടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാനാണ്. ഇവിടെ I1 3K ഇതാണ്, I2 എത്രയാണ്? I2 എന്നുള്ള രണ്ടാമത്തെ റെസിസ്റ്റൻസ്. ഒരു 2 റെസിസ്റ്റർ ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ 1 ആണ്, ലെഫ്റ്റ് സൈഡിൽ 3 ആണ്. അപ്പോൾ 1ഉം 3 ആണ് റെസിസ്റ്റേഴ്സ്. വോൾട്ടേജ് 9 വോൾട്ടാണ്. അപ്പോൾ I1 is IR2 by R1 plus R2. I is V by R, V by R1 plus effective value കേട്ടോ. R1 R2 by R1 plus R2, that is 9 by 4 by 3 വരും. 9 by 3 by 4 വരും എഫക്റ്റീവ് വാല്യൂ. 4 മുകളിൽ പോകുമ്പോൾ നമുക്ക് 12 മില്ലി ആമ്പർ എന്ന് കിട്ടും. I1 is 12. I1 is IR2 by R plus R2 ആണല്ലോ. അപ്പോൾ 12 into R2, 1 by 1 plus 3, that is 3 മില്ലി ആമ്പിയർ. I2 is 12 into 3 by 3 ആണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കും. ഇപ്പുറത്താണ് രണ്ടാമത്തെ റെസിസ്റ്റൻസ്. ആ കാണുന്ന ഇവിടെ നമ്മൾ ഈ കാണുന്ന ഇവിടെ ഈ സ്ഥലത്ത് R2 നമ്മൾ ഇപ്പുറത്താണ് എടുത്തിരിക്കുന്നത് 3 എന്നുള്ള. അപ്പോൾ 12 3 by 1 plus 3, 9 മില്ലി ആമ്പിയർ. Next problem, a 12-volt battery of negligible internal resistance is connected across a parallel combination of 4K, 6K and 12K resistors as shown in the figure. ഒരു 3 റെസിസ്റ്റേഴ്സ് കേട്ടോ, 3 റെസിസ്റ്റേഴ്സ് 4K, 6K and 12K അവ പാരലായിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. കമ്പ്യൂട്ട് 1 കമ്പൈൻഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ്. അത് നമ്മൾ ലോ ഓഫ് പാരലൽ റെസിസ്റ്റൻസ് അപ്ലൈ ചെയ്യണം. 2 കറണ്ട് അപ്ലൈഡ് ബൈ ബാറ്ററി, പവർ സപ്ലൈഡ് ബൈ ബാറ്ററി, പവർ ഡിസിപ്പേറ്റഡ് ബൈ ഈച്ച് റെസിസ്റ്റർ. അപ്പോൾ എത്ര പവർ ബാറ്ററി കൊടുക്കുന്നുണ്ട്, ഓരോ റെസിസ്റ്ററും ഡിസിപ്പേറ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 12 വോൾട്ട് ബാറ്ററി, ഒരു 4K, 6K, 12K അവയെല്ലാം പാരലാണ്. I1, I2, I3 റെസ്പെക്റ്റീവ് കറണ്ടാണ്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്ന രീതി നോക്കിയാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആദ്യം കണ്ടുപിടിക്കുക നമ്മൾ. 1 by R is 1 by R1 plus 1 by R2 plus 1 by R3, that is 1 by 4 plus 1 by 6 plus 1 by 12, that is equal to 12 by 24. Therefore, R is 24 by 12, 2K ohm. R. I is V by R, that is 12 by 3, 6 milliampere. Power, total power VI, that is 12 into total current, 12 into 6, that is 72 milliwatt. ഇവിടെ കറണ്ട് മില്ലിയാമ്പിയറാണ്. വോൾട്ടിൽ തന്നെ. അപ്പോൾ വോൾട്ട് ഇൻറ്റു മില്ലിയാമ്പിയർ ഇസ് മില്ലി വാട്ട്. MW, സ്മോൾ എം ക്യാപിറ്റൽ W ആണ്. ഇനി അടുത്തത് നമ്മൾ കാണേണ്ടത് I1 ആണ്. ദാറ്റ് ഈസ് IR2 by R1 plus R2. IR2 by R1 plus R2. R2 എന്നുള്ളത് അതിൻ്റെ വാല്യൂ കൊടുക്കണം. IR2 by R1 plus R2. R2 എന്നുള്ളത് 3 ആണെന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ആ 2ൻ്റെയും 3യുടെയും കോമ്പിനേഷനാണ് I1 കണ്ടുപിടിക്കാനും മറ്റു രണ്ട് കോമ്പിനേഷൻ എടുക്കണം. ആ 2 നമുക്ക് ആ രണ്ടാമത്തെ റെസിസ്റ്റൻസിൻ്റെ മൂന്നാമത്തേൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ ഈ R23 എന്ന് പറഞ്ഞാൽ എന്താണ്? R2 R3 by R2 plus R3. ആ മറ്റേ രണ്ടും കൂടിയുള്ള എടുക്കും. ഇവിടെ 3 റെസിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസിലെ കറണ്ട് കാണാൻ മറ്റ് 2 റെസിസ്റ്റൻസിൻ്റെയും കോമ്പിനേഷൻ എടുക്കേണ്ടി വരും, പാരലൽ. അപ്പോൾ ഇവിടെ R2 R3 പാരലൽ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇവിടെ 72/18 ആയിരിക്കും. അത് 4 ആണ്. അപ്പോൾ I1 is 6 into 4 by 4 plus 4. അത് 4 ആണല്ലോ.
അങ്ങനെയാണ് 6 × 4/8 3 മില്ലി ആംപിയർ. ഇനി അടുത്തത് പവറാണ്. പവർ ഇൻ R1, ദാറ്റ് ഇസ് VI1. 12 × 3, that is 36 watt. milliwatt. I1 current 3 മില്ലി ആംപിയർ ആണ്. സിമിലർലി I2 ഈസ് 2 മില്ലി ആംപിയർ. ഇതേപോലെ കണ്ടുപിടിക്കാം. I2 2 മില്ലി ആംപിയർ. ഈ R1 പവർ കാണാനായിട്ട് P1 ഈസ് V²/R1 എന്ന് എടുക്കാൻ കിട്ടും, അല്ലെങ്കിൽ V²/R1 എന്ന് എടുത്താലും കിട്ടും. 36 മില്ലി വാട്ട്. I2 3 മില്ലി ആംപിയർ, I3 1 മില്ലി ആംപിയർ. ഇതേ രീതിയിൽ കണ്ടുപിടിക്കണം നമ്മൾ. സിമിലർലി I2 is 2 മില്ലി ആംപിയർ, I3 is 1 മില്ലി ആംപിയർ. പവർ P2 is VI2. കറണ്ട് I2 മൂലമുള്ള പവർ, ദാറ്റ് ഈസ് 12 × 2 24 മില്ലി വാട്ട്. പവർ മില്ലി വാട്ടിലാണ്. P3 is 12 × 1 12 മില്ലി വാട്ട്. 12 മില്ലി വാട്ട് എന്ന് വരും. അപ്പോൾ ഇതേ ടൈപ്പ് ഒരു റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്. റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ. If 8-volt battery is connected across a parallel combination of resistors 2K, 4K and 8K as in figure, compute one combined circuit resistance to current supplied by battery to power supplied by battery, power developed by each resistor. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ സർക്യൂട്ടിനകത്ത് R1 R2 R3 ഉണ്ട്, 2 4 8 എന്ന് കൊടുത്തിട്ടുണ്ട്. സപ്ലൈ 8 വോൾട്ടാണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്ന റിലേഷൻ 1/R is 1/R1 + 1/R2 + 1/R3, that is 1/2 + 1/4 + 1/8, which is equal to 7/8. 1/R കേട്ടോ. അപ്പോൾ R is equal to 8/7 എന്ന് വരും. R is 8/7K. I is V/R, ടോട്ടൽ കറണ്ട് 6 എത്ര വോൾട്ടാണ്? 6 വോൾട്ടാണ്. 6/8/7, ദാറ്റ് ഈസ് സപ്ലൈ വോൾട്ട് 8 ആണല്ലേ. 8 ആണ്. 8/8/7, ദാറ്റ് ഈസ് 7 മില്ലി ആംപിയർ. പവർ ഡിസിപ്പേറ്റഡ് VI 8 × 7 54 മില്ലി വാട്ട്. P1 VI1. I1 കറണ്ട് 4 ആണ് കേട്ടോ. I1 കറണ്ട് 4 ആണ്. ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് R23/RM + R23. ആ പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല വെച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അത് 4 എന്ന് കിട്ടും. Therefore 32 മില്ലി വാട്ട്. And P2 is VI2 8 × 2 16 മില്ലി വാട്ട്. P3 V × I3 8 × 1, that is 3 മില്ലി വാട്ട്. അപ്പോൾ ഈ I2 I3 അവ രണ്ടും കൂടി പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓർത്തിരിക്കണം, ഇവിടെ R1 R2 R3 ഉണ്ട്. R1 നമ്മൾ 2 റെസിസ്റ്റൻസ് ആണെങ്കിൽ R1 കറണ്ട് കാണാനും പറഞ്ഞാൽ നമ്മൾ പറയും I1 ഈസ് VR2/R1 + R2 ആണ്. ഇവിടെ 3 റെസിസ്റ്റൻസാണ്. അപ്പോൾ ഒരെണ്ണത്തിലെ കറണ്ട് കാണാൻ പറഞ്ഞാൽ അതെടുക്കണം, മറ്റേ രണ്ടും കോമ്പിനേഷൻ എടുക്കണം. അതായത് R1 കറണ്ട് കാണാൻ പറഞ്ഞാൽ R1 റെസിസ്റ്ററാണ്, R2ഉം R3യും കോമ്പിനേഷനായിട്ട് എടുത്ത് വേണം പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ R3 കാണാൻ പറഞ്ഞാൽ R3 സെപ്പറേറ്റ് എടുക്കണം, R1 R2ഉം കോമ്പിനേഷനായിട്ട് എടുത്ത് വേണം ഈ പ്രൊപ്പോർഷണൽ കറണ്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ. ഒന്ന് വായിച്ച് നോക്കുക, ചെയ്ത് നോക്കുക. That is all with your 6th class. We continue. Thank you very much.